പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെ പങ്ക് എന്താണ് എന്നറിയിക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശം നൽകി. കേസിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച വരെ നീട്ടി. കൂടുതൽ വിവരങ്ങളുമായി ഷബന സിയാദ് ചേരുന്നു. ഷബന, വിശദാംശങ്ങൾ എന്താണ്? കോടതി ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചത്? ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയാണ് ഇപ്പോൾ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ഇത്തരം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുഖ്യപ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് തട്ടിപ്പിന്റെ വിഹിതമായ 46 ലക്ഷം രൂപ ലാലി വിൻസെന്റ് കൈപ്പറ്റി എന്നതാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. എന്നാൽ ഇത് വക്കീൽ ഫീസായി 5 വർഷം കൊണ്ട് വാങ്ങിയതാണ് എന്നാണ് ലാലി വിൻസെന്റിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചത്. നിയമോപദേഷ്ടാവ് എന്ന നിലയിൽ അനന്തുവിന് വേണ്ടി പല കരാറുകളും തയ്യാറാക്കി കൊടുത്ത് അത് ഹർജിക്കാരിയാണ് എന്നും അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞു. ഇതിന്റെ പ്രതിഫലം കൈപ്പറ്റി എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്നാണ് കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയത്. വെള്ളിയാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. ലാലി വിൻസെന്റിന്റെ ഇതിലുള്ള പങ്കെന്ത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുവരെ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല നീട്ടുകയും ചെയ്തു. ശരി, നന്ദി ഷബന വിവരങ്ങൾക്ക്.